കർത്താവിൽ എല്ലാവർക്കും വന്ദനം. ഒരുപാട് സവിശേഷതകൾ ഉള്ളയാളാണ്. ലോകത്തിലെ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഞാൻ ആരാധിക്കുന്ന എൻ്റെ ആത്മമണവാളൻ കർത്താവായ യേശു ക്രിസ്തു. പറഞ്ഞാൽ തീരാത്ത, എണ്ണിയാൽ ഒതുങ്ങാത്ത സവിശേഷതകളുടെ കൂമ്പാരമാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ്റെ ചുറ്റും ഒരിക്കലും ദാസന്മാർ വേലയ്ക്കാരെയും ആക്കിയില്ല എങ്കിലും ലോകം അവനെ യജമാനൻ എന്ന് വിളിക്കാനിടയായി തീർന്നു. ഒരു ഡിഗ്രിയും തനിക്കില്ലായിരുന്നു എങ്കിലും തന്നെ ആളുകൾ ഗുരു എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യാനിടയായി തീർന്നു. ഒരാൾക്ക് പോലും അവൻ മരുന്ന് കൊടുത്തില്ലെങ്കിലും, അവൻ്റെ കയ്യിൽ ഒരു മരുന്നുമില്ലായിരുന്നെങ്കിലും ലോകം അവനെ സൗഖ്യദാതാവ് എന്ന് വിളിച്ച് അവനെ അഭിസംബോധന ചെയ്യാനിടയായി തീർന്നു. നിങ്ങൾക്കറിയാമോ, സ്വന്തമായിട്ടൊരു ആർമിയും അവൻ്റെ കയ്യിലില്ലായിരുന്നെങ്കിലും അവൻ ലോകം മുഴുവൻ അവനെ രാജാവ് എന്ന് വിളിക്കുവാനിടയായി തീർന്നു. തീർന്നില്ല പ്രിയപ്പെട്ടവരെ? ഒരു കൊട്ടാരത്തിൽ അവൻ താമസിച്ചില്ലായിരുന്നുവെങ്കിലും ലോകം അവനെ മാസ്റ്റർ എന്നോ ലോർഡ് എന്നൊക്കെ വിളിച്ച് അവനെ അഭിസംബോധന ചെയ്യാനിടയായി തീർന്നു. തൻ്റെ പ്രസംഗങ്ങൾ സാധാരണയിൽ നിന്നും സാധാരണമായ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പ്രസംഗം പ്രസംഗിച്ച് ലോകത്തിൽ എത്രയോ സാമ്രാജ്യ നേതാക്കന്മാർക്ക് കഴിയാതിരുന്നതുപോലെ ലോകമെമ്പാടും അവൻ തൻ്റെ സാമ്രാജ്യം പണിയാനിടയായി തീർന്നു. താൻ ഒരു ലഘുലേഖ പോലും എഴുതി ആരുടെയും കയ്യിൽ കൊടുത്തില്ലായിരുന്നെങ്കിലും, തൻ്റെ പ്രസംഗങ്ങളൊന്നും ഒരു ചെറിയ നോട്ടിൽ പോലും എഴുതി ആരുടെയും കയ്യിൽ കൊടുത്തില്ലായിരുന്നെങ്കിലും, ലോകത്തിൽ ഏറ്റവും അധികം അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങൾ മുഴുവൻ ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ലോകത്തിൽ എത്രയോ പ്രസ്സുകളിൽ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ബൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ ആരാധിക്കുന്ന ഈ യേശുവിനെ കുറിച്ചുള്ള പുസ്തകങ്ങളാണെന്ന് പറയുവാൻ ഇന്ന് പകൽ എനിക്ക് അഭിമാനമുണ്ട്. തൻ്റെ സ്നേഹം താൻ എല്ലാവരോടും പങ്കുവച്ചു. വെറുക്കപ്പെട്ടവരും അപമാനിക്കപ്പെട്ടവരും ഒക്കെ തൻ്റെ അടുക്കലേക്ക് ചേർന്ന് വരാനിടയിൽ തീർന്നു. ഒരു കുറ്റവും താൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ പോലും തന്നെ അവർ ക്രൂശിച്ചു. ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നിട്ട് പോലും തന്നെ അവർ കല്ലറയിൽ ഒതുക്കിയിട്ടും ഇന്നും അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതുകൊണ്ടാണ് ധൈര്യത്തോടെ പറയാൻ പറ്റുന്നത്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് തോമാസ് ലീഗ വിളിച്ചു പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പറയാൻ പറ്റുന്നത്. തൻ്റെ സ്നേഹത്തിൻ്റെ സാമ്രാജ്യം ഇന്നും പല രാജ്യങ്ങളെ, പല വീടുകളെ കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷമയുടെയും എന്തിനേറെ പറയുന്നു, ഒരാളെയും ധനവാനാക്കാമെന്ന് യേശു പറഞ്ഞിട്ടില്ലായിരുന്നിട്ട് പോലും പലരും അവനെ അവരുടെ ധനമായി, അവരുടെ മഹിമയായി, അവരുടെ സമ്പത്തായി പലരും അവരുടെ ഉള്ളിൽ അവനെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ധനം തരുമെന്ന് ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല. അവൻ്റെ ബലഹീനതയാണ് നമ്മളുടെ ബലമെന്ന് പറയുന്നത്. അവൻ്റെ ദാരിദ്ര്യമാണ് നമ്മളുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അവൻ്റെ തകർച്ചയാണ് നമ്മുടെ സൗഖ്യമെന്ന് പറയുന്നത്. ഇത്ര വലിയ കർത്താവിനെ, ഇത്ര വലിയ രാജാവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിങ്ങൾ ഇടപെടുവാൻ അനുവദിക്കുക. ഈ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ ജീവിതം പകലും രാത്രിയും പോലെ വ്യത്യാസമുള്ളതായിത്തീരും. നിങ്ങളുടെ താഴ്ചകൾ മുഴുവൻ അവൻ ഉയർച്ചകളായിത്തീരും. നിങ്ങളുടെ ആ അസഹിഷ്ണുതകൾ മുഴുവൻ സന്തോഷവും സമാധാനവുമായി അവൻ തീർക്കും. ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ യേശു കർത്താവാണ്. ഈ യേശു കർത്താവിനെ പ്രസംഗിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ യേശു കർത്താവിൻ്റെ ആളാണെന്ന് പറയുവാൻ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. ഈ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, എൻ്റെ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും ഇന്നുവരെ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പറയുമായിരിക്കും, പ്രൈസൻ പാസ്റ്റർ പ്രസംഗം നല്ലതാണ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് ഇന്ന് രാവിലെ നിങ്ങളോട് പറയാനുള്ളത്, ഈ യേശുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവും നിങ്ങളുടെ സ്വന്തം കർത്താവുമായിട്ട് സ്വീകരിക്കുക. ഈ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ നിങ്ങൾ അവസരങ്ങൾ കൊടുക്കുക. എന്നെ മാറ്റിയവൻ നിങ്ങളെയും മാറ്റും. കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഇൻ ക്രൈസ്റ്റ് ചർച്ചുകളിൽ ഏതെങ്കിലും നിങ്ങൾ സന്ദർശിക്കുക. അതില്ലാത്ത പട്ടണങ്ങളിൽ, ഇൻ ക്രൈസ്റ്റ് ചർച്ചുകൾ ഇല്ലാത്ത പട്ടണങ്ങളിൽ നിങ്ങൾ അടുത്തുള്ള വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ആരാധിക്കുന്ന ഏതെങ്കിലും കൂട്ടായ്മയിൽ പോകുക. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു നിങ്ങളുടെ ജീവിതത്തെ മാറ്റട്ടെ.